ഇപ്പോഴേ നേരത്തെ കൂട്ട് തന്നെ ഞാനേ ഈ പൈനാപ്പിൾ തോട്ടത്തിൽ കൂടെ ഒന്ന് ഇറങ്ങിയതാണ്. നമുക്ക് കൊണ്ടുവരാനും വൈനിടാനും ഒക്കെ ആയിട്ട് നമുക്കൊരു പൈനാപ്പിൾ കിട്ടുമോയെന്നറിയണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പഴം നിൽക്കുന്ന ഞാൻ കണ്ടു. ഇത് എവിടെയാ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നോക്കാം നമുക്ക്. ഞാനൊരു പഴം കണ്ടായിരുന്നു. അപ്പം എൻ്റെ പഴം എവിടെ പോയി? എവിടെയോ ഒരു എന്താ നിൽക്കുന്നു ഇടയ്ക്ക. ഒടിച്ചെടുക്കാൻ എന്തൊരു കഷ്ടമാണ്. ഇത് വരുന്നില്ല, മുള്ളാണ്. അത് ചീഞ്ഞതായിരുന്നു മനുഷ്യരെ. എൻ്റെ ദൈവം, ഇതിൻ്റെ എൻ്റെ കൈയെല്ലാം മുറിഞ്ഞു. അല്ലോ ചോര. മുള്ള അതേ കൊള്ളത്തില്ല. നമുക്ക് നോക്കാം, നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുണ്ടോയെന്ന് നോക്കാം. കത്തിയെടുക്കാൻ മറന്നു. എന്താ പറ്റിയേ? ഈ ഇടയ്ക്ക് അവരെല്ലാം പറിച്ചെന്നാണ് പറഞ്ഞതേ. അപ്പോൾ ഇനി നമുക്കൊരെണ്ണം കിട്ടുമോയെന്നറിയാനായിട്ട്, ഒന്നല്ല മൂന്നാളെണ്ണം എനിക്ക് കൊണ്ടുപോകാനായിട്ടേ കിട്ടുമോയെന്നറിയാൻ വന്നതാ. പക്ഷെ കിട്ടുന്ന ലക്ഷണമില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇതാണ് പൈനാപ്പിൾ തോട്ടം. ഇനി ഞാൻ നിങ്ങളെ വേറൊരു തോട്ടം കൂടെ കാണിക്കാം കേട്ടോ. ഇത് പൈനാപ്പിളൊന്നും അല്ല, ഇത് സർപ്രൈസാണ്. ഓക്കെയാ ഉണ്ടോ, ഒക്കെ പച്ച നിൽപ്പുണ്ടേ. എനിക്ക് വേണ്ടത് പഴം വൈനിടണ്ടേ നമുക്ക്. വൈൻ ഇങ്ങനെ ഞാൻ ഒരു സൈഡ് മൊത്തം തപ്പി, എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നപ്പോൾ ഇവിടെ ആഞ്ഞിലിച്ചക്ക വീണ് ഉണ്ടോ, മൊത്തം തിന്നിട്ടിരിക്കുക. ഒരെണ്ണം പോലും കിട്ടിയില്ല കൊതിക്ക്. ഉണ്ടോ, ഇന്നുമില്ല. പച്ചയായി വരുന്നുണ്ടേ. അമ്മ എന്നോട് പറഞ്ഞു പച്ചയാണേലും പറിച്ചു വന്നേ. അത് നോക്കണ്ടേ, നമുക്കൊരു പഴം കിട്ടുമോ, നമുക്ക് ലെക്കുണ്ടോ ലെക്കില്ലയോ എന്നൊന്ന് നോക്കാം. ഒരു പഴമെങ്കിലും കിട്ടിയൊരു ലെക്കുണ്ടോന്ന്. അയ്യോ കാലിലെല്ലാം കൊള്ളുന്നേ. ഒരു ഭയങ്കരമായി പോയില്ലോടപ്പാ. ഒരെണ്ണം പോലും ഇല്ല. എന്താ പച്ചയുണ്ടേ, മൂത്തത് എന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ മുതലാളി വരുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ശരിയാക്കും. ഇത് നമ്മൾ കുറേ സ്ഥലത്തൂടെ വന്ന് ഒരെണ്ണം പോലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. ഉണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ വന്നു. കഷ്ടമായി പോയില്ലേ, നമുക്ക് ഒരെണ്ണം പോലും കിട്ടിയില്ല. ഇതിൻ്റെ അകത്തോടെ ഇന്ന് നടക്കുന്നത് മാത്രം മിച്ചമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണേലും കിട്ടണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നേ. എല്ലാം എന്തോ സാധനം തിന്നുപോയി. കഷ്ടമുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇല്ലെങ്കിൽ 2-3 പച്ച പിടിച്ചുകൊണ്ട് ഞാൻ പോവും. കിടക്കൊന്നും ഇല്ലെങ്കിൽ. ഇവിടെ ഒരെണ്ണം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പഴമാണോ പച്ചയാണോ എന്ന് നോക്കാം. അതും പച്ചയാണ്ടോ. ഇതിൻ്റെ മുള്ളൊക്കെ അങ്ങോട്ട് തൊടുമ്പോൾ ഉണ്ടല്ലോ സർവ്വ നിയന്ത്രണം പോകും. അതുപോലെ കൈതമുള്ള് കൊണ്ടിട്ടുണ്ട് ഇന്ന് എൻ്റെ ദേഹത്ത്. ഇന്ന് കുളിക്കുമ്പം സുഖമായിരിക്കും. ഉണ്ടോ, ഇപ്പം അവർ പറഞ്ഞോട്ട് പച്ച തന്നെ പറിക്കണമെന്ന് തോന്നുന്നു.
ഒരെണ്ണം പോലും ഇല്ല. വെളം വെളം വെളം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒരെണ്ണം എനിക്ക് കിട്ടിയായിരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരെണ്ണവും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം അവർ കഴിഞ്ഞ ആഴ്ചയിലാണ് ഒട്ടിച്ചതേ, അതുകൊണ്ട് നമുക്കില്ലാതെ പോലെ ഉണ്ടോ. എന്തോരം തോട്ടം ഉണ്ടെന്നുണ്ടോ. പക്ഷേ ലക്ക് വേണം, ലക്ക്. അതില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ, ഇതെണ്ണയിലും ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് നോക്കി. എല്ലാം ചെത്തിക്കൊണ്ട് പോയി. കയ്യിലൊക്കെ അവിടെ കൊള്ളുന്നുണ്ട്. ഇപ്പോൾ പേരമ്മ പറയും, ഞാൻ എൻ്റെ മോനോട് പറഞ്ഞില്ലേ അവിടെ പഴമൊന്നുമില്ല, അവർ കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, കൊച്ച് കേട്ടോന്ന് ചോദിക്കും. ഇതുവരെ നമുക്കുള്ളത് കിട്ടിയില്ല. ഞാനൊരു പഴവാ തേടുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ 4 പച്ചയും പറിച്ചുകൊണ്ട് ഞാൻ പോവും. ഉണ്ടോ, ഒറ്റെണ്ണ ഉണ്ടോന്ന് ചോദിക്കാം നമുക്കുള്ളത്. ഇതിൻ്റെ അകത്തൂടെ എങ്ങനെ ഇറങ്ങും ഞാൻ? അയ്യ, ഇനി ഇതിൻ്റെ അകത്തൂടെ എന്തിനേലുമൊക്കെ ഒന്ന് ഇറങ്ങി എത്തിക്കാം. ഓക്കേ. താഴോട്ട് വീണ വലിയ കുഴിയാ. ഉണ്ടോ, ആ വിവരം അറിയും. അയ്യോ 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 അയ്യോ, എൻ്റെ അയ്യപ്പ. ഉണ്ടോ, വിയർത്ത് എന്നെ കണ്ടാണ്ടല്ലോ. ഇപ്പം വിയർത്ത് കുളിച്ച് ഭയങ്കര വെയിലല്ലേ, അതിൻ്റെ ഇടയ്ക്കാണ് പൈനാപ്പിൾ കുടിക്കാനായിട്ട് മുതുവെയിലത്ത് കയറി വന്നത് ഞാൻ. ഇവിടെ വന്നാൽ എനിക്കിതൊരു എന്താണ്, ഒരു പൈനാപ്പിളെങ്കിലും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടത്തില്ല. പക്ഷേ എന്ന് വന്നാലും ഞാൻ വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവർ ഓടിച്ചു പോവും. പിന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അവർ പറയും, മോൾ നോക്ക്, ഉണ്ടെങ്കിൽ എൻ്റെ മോൾ ഓടിച്ചു അവിടെ നിന്ന് വരുന്നതല്ലേ എന്ന് പറയും. ഞാനിങ്ങനെ തേടി നടക്കുമല്ലാതെ എന്ത് ചെയ്യും? ഇല്ലാത്ത സാധനം എവിടെ നിന്ന് ഓടിക്കും പറ നിങ്ങൾ. അപ്പം ഞാനേ പഴം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം കേട്ടോ.